തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രകടന പത്രിക പുറത്തിറക്കി LDF. തെരുവുനായ ആക്രമണത്തിന് പരിഹാരം കാണുമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. രാഷ്ട്രീയ നേതാവ് പാലിക്കേണ്ട മിനിമം മര്യാദ രാഹുൽ മാങ്കൂട്ടത്തിൽ ലംഘിച്ചതായി വി ജോയ് പറഞ്ഞു. കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുന്നതായും വി ജോയ് മീഡിയ വണിനോട് കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. LDFന്റെ പ്രകടന പത്രിക പുറത്തു വന്നു. ഇപ്പോൾ മീഡിയ വണ്ണിനൊപ്പം വി ജോയ് ചേരുന്നുണ്ട്. പൊതുവെ വിമതർ കൂടുതലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എങ്ങനെ വിജയപ്രതീക്ഷ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ വലിയ വിമതരില്ല. ഒരു 2-3 വാർഡുകളിൽ ചില ആളുകൾ നോമിനേഷൻ നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള വിജയത്തെ ഒരു കാരണവശാലും ബാധിക്കില്ല. തെരുവുനായ ശല്യം ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. നഗരസഭ ഇതിൽ ഇടപെടുന്നില്ലെന്നൊക്കെ പരാതി ഉയരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രചാരണത്തിൽ? വന്ധീകരണമാണ് ആകെ ABC ആണ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇത് ചെയ്താലും പിന്നീടും അവരെ ഈ ഡോഗ്സിനെ കൊണ്ടുപോയി സ്ട്രീറ്റ് ഡോഗ്സിനെ കൊണ്ടുപോയി അവിടെ വിടാനല്ലേ പറ്റുന്നുള്ളൂ. അതിനൊരു നിയമനിർമ്മാണം അത്യാവശ്യമായിട്ട് വേണം. അത് ഒരു സെൻട്രൽ ആക്ടിൻ്റെ ഭാഗമാണത്. എങ്കിലും കേരള ഗവൺമെൻറ് ഭാവിയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി കൃത്യമായിട്ട് ആലോചിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലർ അടക്കം ജീവനൊടുക്കിയ സംഭവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം കോൺഗ്രസിനും പ്രതിസന്ധിയായിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? നിശ്ചയമായിട്ടും BJP നടത്തുന്ന ഈ പറ്റിപ്പ്, വെട്ടിപ്പ്, സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പണം മോഷണം നടത്തൽ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആത്മഹത്യ ചെയ്താൽ അവർ ആ കുടുംബത്തെ തള്ളിപ്പറയുന്ന രീതി, ഇതെല്ലാം BJP ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യം അവർ അഭിമുഖീകരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് പാലിക്കേണ്ടതായിട്ടുള്ള മിനിമം മര്യാദകളുണ്ട്. ആ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഈ കാര്യത്തിൽ ചെയ്യുന്നത്. വേറൊരു പാർട്ടിയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളും ഇപ്പോൾ വന്നിട്ടുള്ള കേസുമെല്ലാം വന്നാൽ നിഷ്കാസനം ആ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം വരും. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് കൂടുതൽ വെട്ടിലാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ കാര്യത്തിൽ. MLA മുകേഷിന്റെ വിഷയമാണ് പ്രതിരോധത്തിനായി എടുത്തിടുന്നത്. അതിനെങ്ങനെ കാണുന്നു? ശരി, വി ജോയിയാണ് മീഡിയ വണിനോട് സംസാരിച്ചത്.